എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് വീട്ടിലുണ്ടായ മത്തനില്ലേ, അപ്പം മത്തന് പയറൊക്കെ ഇട്ട് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളപ്പോൾ അത് പറിക്കാൻ വേണ്ടി പോവുക. പടുവ കാഴ്ചതാന്ന് പറയും ഞങ്ങളുടെ അവിടെ ഇട്ട്. കാരണം കുഴിച്ചിട്ടതല്ല, ഇങ്ങനെ വിത്ത് അമ്മ ഇങ്ങനെ കടയിൽ നിന്നൊക്കെ കൊണ്ടുവന്നത് ഇങ്ങനെ ഇട്ടപ്പോൾ അത് മുളച്ചുണ്ടായതാണ് കേട്ടോ. അപ്പോൾ അതിൽ മൂന്നെണ്ണല്ല 2 മത്തൻ ഉണ്ടായിരിക്കും. ഞങ്ങൾ അത് പറിക്കാൻ വേണ്ടി പോവട്ടെ. അമ്മയുണ്ട്. അപ്പോൾ അമ്മേനെയും കൊണ്ട് തന്നെ മുറിപ്പിക്കുക പറഞ്ഞിട്ട് കത്തിയൊക്കെ എടുത്തു ഞാൻ കൈ പിടിച്ചു കേട്ടോ. അപ്പോൾ ഇനി അമ്മേനെയും കൊണ്ട് തന്നെ മുറിപ്പിക്കാറ്. അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത് വെക്കാം. പിന്നെ ഇന്ന് രാവിലെ മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ വറുക്കും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ നമുക്ക് മത്തൻ പറിച്ചിട്ട് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ മത്തന്. അമ്മ ഇവിടെ വള്ളിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് പിടിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇത് വഴിയാണ്. അപ്പോൾ വഴിയിലേക്ക് തൂങ്ങിയിട്ട് ബൈക്കൊണ്ടൊക്കെ അങ്ങനെ ആൾക്കാർ താഴത്തെ വീട്ടിലേക്ക് ആൾക്കാർ പോവും. അപ്പോൾ അവർ പോകുമ്പോൾ അവർക്കൊരു തടസ്സമാവരുത് പറഞ്ഞിട്ട് തലയിൽ മുട്ടിയെങ്കിലും വെച്ചിട്ട് അമ്മ എന്ത് ചെയ്തു, അമ്മ ഇവിടെ ഒരു വള്ളിയൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതല്ലേ അമ്മ പറിക്കണത്. അമ്മ സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞപ്പോൾ തന്നെ അമ്മ അത് മുറിക്കാൻ പോവുക കേട്ടോ. ഇത് പിടിച്ചോ. അപ്പോൾ 2 എണ്ണം ഉണ്ടായിരിക്കും കേട്ടോ. ഒന്ന് ഞങ്ങൾ അറുത്തു. ഇനിയിപ്പോൾ ഇതാണുള്ളത് കേട്ടോ. ഈ 2 എണ്ണം തന്നെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കുറേ ആദ്യം ഇങ്ങനെ പൂവൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ ചെറിയ കായൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് പോവാ കേട്ടോ. എന്നിട്ട് അമ്മ പറഞ്ഞു ഇങ്ങനെ വിഷു ആകുമ്പോഴത്തേനെങ്കിലും 2 എണ്ണം ഉണ്ടായെങ്കിൽ. വിഷു ആകുമ്പോഴത്തേനും ഉണ്ടായി, പക്ഷെ ഞങ്ങൾ മുറിച്ചില്ല കേട്ടോ. കണി കാണിക്കാനൊക്കെ ചെറിയൊരു ഇത് അനിയൻ കൊണ്ടുവന്നു പിന്നെ ഇളയച്ചനെ. അതുകൊണ്ട് പിന്നെ അതും കണി വെച്ചു. ഇത് മുറിച്ചില്ല. പിന്നെ ഇപ്പം എല്ലാവരും ഉള്ളപ്പോൾ മത്തനും പയറും വെക്കാന്നൊക്കെ വെച്ചു. അപ്പോൾ അത് പടുവ മുളച്ചതാണ്. ഇതുണ്ടോ, അതിൻ്റെ വള്ളിയാണിത്. അപ്പോൾ ഈ ചെമ്പരത്തിമാരെ ഇവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ആ ചെമ്പരത്തി ഇവിടെ ഇങ്ങനെ പടത്തി വിട്ടിട്ട് അപ്പോൾ അതിങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ വന്ന് അങ്ങനെ മൂടി അതിൽ 2 കായ ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് മത്തൻ കറി വെക്കണതാട്ടോ. അപ്പോൾ നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. പായും. അപ്പം ഇന്ന് രാവിലെ ദോശയായിരുന്നു കേട്ടോ. ഗോതമ്പ് ദോശയായിരുന്നു കേട്ടോ ഒന്ന് ചായക്ക് കടി. അപ്പോൾ ഞങ്ങളൊക്കെ എണീറ്റ് വന്നപ്പോഴേക്കന്നെ അമ്മ എണീറ്റിട്ട് പിന്നെ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. ചായ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഞാൻ വേഗം വന്ന് അപ്പം അമ്മ പറഞ്ഞു എന്നാൽ ഞാൻ പല്ല് തേച്ചിട്ട് വരട്ടെ പറഞ്ഞപ്പോൾ എന്നാൽ ശരി നിങ്ങൾ പോയി പല്ല് തേച്ചിട്ട് വരും പറഞ്ഞു. ആ സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള ദോശയും കുറച്ച് ചുട്ടു വെച്ചു. പിന്നെ വേഗം ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു കേട്ടോ. പിന്നെ തലേ ദിവസം പിന്നെ ധോനി ബേബിക്ക് കുറച്ച് കോറ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അവൾ എണീക്കുമ്പോഴേക്കും അവളെ എണീച്ച് കുളിച്ച് അവളെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കണമല്ലോ 10 മണിയാകുമ്പോഴേക്ക്. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ കോറ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഇനി മിക്സിയിലിട്ട് അടിച്ചിട്ട് വെക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ 2 നേരത്തിനുള്ളത് 2 നേരമായിട്ട് തന്നെ കേട്ടോ കുറുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരയ്ക്കണത്. എന്താണെന്നറിയില്ല, ഈ ചൂട് കാരണം എന്താണെന്നറിയില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു ചൊയ പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ കുട്ടി കഴിക്കണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ 2 നേരത്തിനുള്ളത് 2 നേരം തന്നെ ആ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയല്ലോ. എന്നിട്ട് ആ സമയമാകുമ്പോൾ അരച്ച് ഒരു 10-15 മിനിറ്റ് അരമണിക്കൂർ മുന്നേ അരച്ച് വെച്ചാൽ ഊരിക്കിട്ടും ചെയ്യല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 നേരം അങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുക്കണത്. അപ്പോൾ പെട്ടെന്ന് ഞാനത് ചോറിന് വെള്ളമൊക്കെ വെച്ചു. വേഗം പല്ല് തേച്ച് വന്നിട്ട് ഞാൻ വേഗം അതൊക്കെ വേഗം റെഡിയാക്കി കേട്ടോ. അപ്പോഴാണ് കുട്ടികൾ അനിയത്ര പിള്ളേരുണ്ടല്ലോ, അപ്പോൾ അവർ ചായക്ക് പല്ല് തേച്ചൊക്കെ റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ചായ വേണം പറഞ്ഞു കേട്ടോ. അപ്പം ഇന്ന് നേരത്തെ മീൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ മേടിച്ചു. അപ്പം മീൻ മേടിച്ചപ്പോൾ അനിയത്തി നന്നാക്കാനിരുന്നു കേട്ടോ അത് നേരത്തെ. അപ്പോൾ അവൾക്ക് കുട്ടികൾക്ക് ചായ കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വേഗം കുട്ടികൾക്ക് ചായ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ രാവിലെ ഞാൻ എടുത്തു വെച്ചതാണ്. അപ്പോൾ ആ വീഡിയോ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തത് കേട്ടോ. നോക്കുമ്പോഴേ പിന്നെ അതിന് ശേഷമാണ് ഇൻട്രോ എടുത്തത് മത്തം പറിക്കാൻ പോണതൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നാൽ ശരി ഇന്ന് ആ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ ഇതിൽ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ജാറൊക്കെ എടുത്ത് വേഗം ധോനി ബേബിക്കുള്ള കുറുക്കിനുള്ളതൊക്കെ വേഗം അരച്ച് റെഡിയാക്കി വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ എണീക്കുമ്പോഴേക്ക് നമ്മൾ ഉണ്ടാക്കി വെക്കണമല്ലോ. കാരണം അവൾ രാവിലെ നേരത്തെ എണീച്ചു. അപ്പം നേരത്തെ എണീച്ച സമയം കൊണ്ട് പിന്നെ ഒരു 8-8:30-9 മണിയൊക്കെ ആകുമ്പോഴേക്ക് വീണ്ടും അവൾ ഉറങ്ങും കേട്ടോ, നേരത്തെ എണീച്ചതാണെങ്കിൽ. അപ്പോൾ പിന്നെ ഒരു 10-10:30 ആ സമയമൊക്കെ ആകുമ്പോഴേക്കും എണീക്കുക. പിന്നെ വേഗം എണീച്ച പിന്നെ കുളിപ്പിച്ച്
നീച്ച വഴിക്കന്നെ ഞാനപ്പോൾ കോറയൊക്കെ വിരകി വെക്കും. എന്നിട്ട് പിന്നെ കുളിപ്പിച്ചിട്ട് അങ്ങനെ കഴിക്കാൻ കൊടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കട്ട പിടിച്ച പിന്നെ അവൾ കഴിക്കൂല. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നേരത്തെ മീൻ വന്നതുകൊണ്ട് അനിയത്തിയൊക്കെ അതിനിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അമ്മയും കൂടി മത്തനൊക്കെ വെട്ടി വന്ന് അതിന് ശേഷമാണ് പിന്നെ അമ്മയും കൂടി ചേർന്നത് കേട്ടോ മീൻ നന്നാക്കാൻ. അമ്മയുടെ കൂടി അമ്മയും അനിയത്തിയും കൂടിയാണ് രണ്ടുപേരും കൂടി കേട്ടോ മീൻ നന്നാക്കി. അപ്പോൾ പിന്നെ വേഗം ആയി കിട്ടുമല്ലോ. അപ്പോൾ കുറച്ചധികം മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. 1.5 കിലോ മീൻ മേടിച്ചു. ഇന്ന് മത്തിയാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ആയിട്ട് വേണം അവർക്ക് കേട്ടോ. ഇറച്ചിയോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. അല്ലെങ്കിൽ ഒരു ഉണക്ക മീനെങ്കിലും വേണം അവർക്ക്. അല്ലെങ്കിൽ പപ്പടമൊക്കെ നിർബന്ധം ചെറിയ ആൾക്ക് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വേണ്ടേ പറഞ്ഞിട്ട് അപ്പോൾ അനിയത്തി വിഷു കൈനീട്ടം കിട്ടിയ പൈസയൊക്കെ ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ. കുട്ടികൾക്ക് കിട്ടിയത് തന്നെയാണ്. അപ്പോൾ അവൾ മീൻ മേടിച്ചു. അപ്പോൾ എല്ലാവർക്കും ആയാലും ഞങ്ങളെല്ലാവരും ഉള്ളതല്ലേ, കുറച്ച് അധികം മേടിക്കണമല്ലോ. അപ്പോൾ 1 കിലോ മേടിച്ചാലൊന്നും തികയില്ല. അപ്പോൾ 2 കിലോത്തിൻ്റെ അടുത്ത് മേടിച്ചു കേട്ടോ. 1.5 കിലോ ആണ് തോന്നുന്നത്. അവളാണ് പോയി മേടിച്ചത് രാവിലെ കേട്ടോ. 6:15 ആയപ്പോൾ മീൻ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഷീബ ചേച്ചി പറഞ്ഞു പിന്നെ മോളെ വീഡിയോയുടെ ലെങ്ത്തൊക്കെ കൂട്ടണം, കുറച്ചും കൂടി വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചി അനുപമ ചേച്ചി കേട്ടോ, തൃശ്ശൂരാണ് വീട്. ചേച്ചി മെസ്സേജ് അയച്ചതുകൊണ്ട് നമുക്ക് അവരുടെയൊക്കെ പേരെടുത്ത് പറയാമെന്നുള്ളൂ കേട്ടോ. എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഒരു കുടുംബത്തിലെ രംഗത്തെ പോലെ കാണുന്ന ആൾക്കാരാണ് നമ്മുടെ എല്ലാവരും, നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ എല്ലാവരും കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പിന്നെ കനാലും തോടൊക്കെ ഉള്ള വീഡിയോ എടുക്കണം എന്നൊക്കെ. അപ്പോൾ ഞാൻ എല്ലാം പറ്റി വരേണ്ട കിടക്കുകയാണ്. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക്, എന്നാലും ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ വെള്ളമൊക്കെ കാഞ്ഞു. അപ്പോൾ അമ്മ ചോറിന് അരി അടുപ്പത്ത് ഇടുക കേട്ടോ. അപ്പോൾ ഇതിന് ധ്വനി ബേബീനെ അമ്മ കുളിപ്പിച്ച് തന്നു കേട്ടോ. കുളിപ്പിച്ച് തന്നിട്ട് ഞാൻ വേഗം അവൾ എണീച്ചിട്ടുണ്ടായിരുന്നു ഈ സമയം കൊണ്ട്. പിന്നെ വേഗം കുറുക്കൊക്കെ ഉണ്ടാക്കി അവൾക്ക് കൊടുത്ത് പിന്നെ കുറച്ച് നേരം അവൾ കടന്ന് കളിച്ചു കേട്ടോ. കളിച്ചതിന് ശേഷമൊക്കെ പിന്നെ ഉറങ്ങിയത്. പിന്നെ ഉറങ്ങിയപ്പോഴത്തേനും ഒരു 10-12 ആവാനായപ്പോഴത്തേനും അവിടെ ഉറങ്ങിയത് കേട്ടോ. അതിനിടയിൽ ഞങ്ങൾ മത്തൻ നന്നാക്കി, അമ്മ മത്തൻ നന്നാക്കി. അതിന് മുന്നേ അമ്മ പിന്നെ മീനും പിന്നെ അനിയത്തി അമ്മയും കൂടി മീനൊക്കെ നന്നാക്കിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പിന്നെ പെട്ടെന്ന് അതിലേക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പിന്നെ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും ശരിയാവില്ല. കുട്ടി എല്ലാവരും ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞും ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് സമയം പോകും. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ കുറച്ച് ചെടികൾക്കൊക്കെ വെള്ളം നനച്ചിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചെടികൾക്ക് വെള്ളം നനച്ച് കൊടുക്കണമൊക്കെ. അപ്പം ഞാൻ വേഗം ചെടികളൊക്കെ നിറച്ചുകൊണ്ട് കുറച്ച് ചീരയൊക്കെ പാകിയിട്ടുണ്ട് അമ്മ മുറ്റത്ത്. അപ്പോൾ അതിനൊക്കെ കുറച്ച് വെള്ളം നനച്ചു കൊടുത്തു. ആ സമയത്താണ് അനിയന് വന്നത്. അനിയൻ കടയിൽ പോവാണ് പറഞ്ഞു. അപ്പോൾ മീൻ മേടിച്ചതല്ലേ, അപ്പോൾ അതിലേക്ക് കുരുമുളകൊന്നും ഇല്ല പറഞ്ഞു. അപ്പം എന്നാൽ അവനോട് എന്നാൽ കുരുമുളക് മേടിച്ചിട്ട് വരുമോ എന്നൊക്കെ ചോദിച്ചു ഞാൻ. അപ്പോൾ ചെറിയ അനിയത്തി പിന്നെ അതിന് പൈസ കൊടുത്ത് വിടുക കേട്ടോ. ഞാനപ്പോൾ അങ്ങനെ വെള്ളം നനയ്ക്കല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെയാണ് ഞങ്ങൾ മത്തൻ പറിക്കാൻ പോയത്. പിന്നെ മത്തനൊക്കെ പറിച്ച് വന്നു. അമ്മ അതാ നന്നാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. മത്തൻ നന്നാക്കി വന്നിട്ടാണ് അപ്പോഴത്തേന് ഞാൻ അതിനിടയിൽ കേട്ടോ ഇതിലേക്കുള്ള കൂട്ടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മീനിക്ക് പുറത്താനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവോളയാണ് എടുത്തത്. ചെറിയുള്ളി കുറവാട്ടോ. അപ്പോൾ സവോള എല്ലാം കൂടി കഴുകി പിന്നെ കുരുമുളക് അനിയൻ കൊണ്ടുവന്ന് തന്നു കേട്ടോ കടയിൽ പോയിട്ട്. പിന്നെ കുരുമുളക് ചൂടാക്കി വറുത്ത് ചൂടാറിയിട്ട് വലിയ അനിയത്തി തന്നെ അതൊക്കെ പൊടിച്ച് തന്നു. പിന്നെ മസാലകളൊക്കെ റെഡിയാക്കി പിന്നെ മുളകിട്ട് അങ്ങനെ പുരട്ടി വെച്ചു. വറുക്ക ചെയ്യണം കേട്ടോ. മത്തനും പയറും കറി വെക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ഇതാ മീനിതാ അടുപ്പത്ത് വെച്ചു കേട്ടോ. ഇതിനിടയിൽ കേട്ടോ പയറൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇതാ വലിയ അനിയത്തിയുടെ മോൻ വന്നിട്ട് മാങ്ങയും ഉപ്പിട്ട് തരണം, മുളകിട്ട് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതിൻ്റെ ഇടയ്ക്കിടെ ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷനും കൂടി അമർത്തണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ അങ്ങനെ 2 ട്രിപ്പ്
മീൻ വറുത്തത് അങ്ങനെ കോരി വെച്ചു കേട്ടോ. രണ്ടടുപ്പത്ത് കൂടി ആയിട്ടാണ് വെച്ചത്. പിന്നെ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം ആയി. കുട്ടികൾക്കൊക്കെ നേരത്തെ ഭക്ഷണം കൊടുത്തു. അതിനിടയിൽ ഞങ്ങളും കഴിച്ചു കേട്ടോ. അപ്പോൾ മട്ടൻ കറിയൊക്കെ റെഡിയായി. എല്ലാം ആയിട്ട് തന്നെ ഞങ്ങളെല്ലാവരും കഴിച്ചതൊക്കെ കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അത് വലിയ അനിയത്തി ഭക്ഷണം കഴിച്ച് വന്നതിന് ശേഷം അവൾ റെഡിയാക്കി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.